ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് അജ ഏകാദശി അല്ലെങ്കിൽ അന്നദ ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥയെക്കുറിച്ച് മനസ്സിലാക്കാം. ഓരോ ഏകാദശിയുടെയും വ്രതമാഹാത്മ്യ കഥകൾ, അതായത് ഓരോരുത്തർക്കും അതാത് ഏകാദശി എടുത്തപ്പോൾ ജീവിതത്തിന് വന്ന ആ മാറ്റത്തെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ഏകാദശിയുടെയും വ്രതമാഹാത്മ്യം കേൾക്കുന്നത് തന്നെ കോടിക്കണക്കിന് പുണ്യമാണത്. ഇന്ന് നമുക്ക് ഈ വ്രതത്തിൻ്റെ മാഹാത്മ്യ കഥയെക്കുറിച്ച് നോക്കാം. അന്നദ ഏകാദശി കടന്നു വരുന്നത് 2 ദിവസങ്ങളിലായിട്ടാണ്. ഭാരതത്തിന് വെളിയിൽ, അതായത് വെളി രാജ്യങ്ങളിൽ നമ്മുടെ ദൃക് പഞ്ചാംഗം ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നാൽ നമുക്കതിൽ നിന്ന് ഏകാദശി തിഥി മനസ്സിലാക്കാൻ കഴിയും. അത് 29-ാം തീയതിയാണ് ഭാരതത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലുള്ളവർ ആചരിക്കുന്നത് മിക്ക രാജ്യങ്ങളിലും. ഈ 30-ാം തീയതി ആണ് ദ്വാദശിയുമായി കടന്നു വരുന്ന ഏകാദശി. വൈഷ്ണവ ഏകാദശി സമ്പ്രദായപ്രകാരം നമ്മൾ ആചരിക്കുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇസ്കോൺ കലണ്ടർ പ്രകാരമാണ് 29 എന്ന് പറഞ്ഞത്. അതൊരു ആഗോളതലത്തിലുള്ള ഒരു കലണ്ടറാണ്, ഏകാദശിയുടെ കലണ്ടറാണ്. അതിലെ വിവരമനുസരിച്ചാണ് 29 എന്ന് പറഞ്ഞിരുന്നത്. എന്നാലും വൈഷ്ണവ ഏകാദശി ആയി ആഘോഷിക്കുമ്പോൾ 30-ാം തീയതി ആഘോഷിക്കാൻ, 29-ാം തീയതി മുഴുവൻ സമയവും ഏകാദശി ഉണ്ട്. ഏകാദശി തിഥി കടന്നു വരുന്നുണ്ട്. അത് പിന്നെ ഓരോ സ്ഥലത്തെയും പ്രാദേശിക സമയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് നമുക്ക് ദൃക് പഞ്ചാംഗത്തിലൂടെ നമ്മുടെ സ്ഥലത്തെ ഏകാദശിയുടെ തിഥി മനസ്സിലാക്കി അതിനനുസരിച്ച് പാരണയും ഒക്കെയുള്ള വ്യത്യാസമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ആധിവ്യാധികൾ ഒഴിഞ്ഞു മാറുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നത് വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങളായിരുന്നു, അതെല്ലാം നമ്മുടെ കാലദോഷം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ മുജ്ജന്മ പാപങ്ങൾ കൊണ്ടാകാം എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് കരുതി ആശ്വസിച്ച് അല്ലെങ്കിൽ സമാധാനപ്പെട്ടിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഏത് ജന്മപാപങ്ങളും തീർക്കുവാൻ ഏറ്റവും അനുഗ്രഹീതമായ വ്രതങ്ങളാണ് ഏകാദശി വ്രതങ്ങൾ. നാം ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളെല്ലാം തീർന്ന് ഇപ്പോൾ നാം എന്താണോ അനുഭവിക്കുന്നത് അതിൽ നിന്നൊരു ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ മാനസിക അവസ്ഥയെ അല്ലെ ജീവിതത്തെ ഉയർത്തുവാൻ കഴിയുന്ന ആ ഏകാദശി പോലെയുള്ള മഹത്തായിട്ടുള്ള തപസ്സുകൾ നാം ആചരിക്കുക തന്നെ വേണം. കാരണം ഇതുവരെയും നമുക്ക് നേടാൻ കഴിയാതെ പോയത്, നമ്മുടെ ആഗ്രഹങ്ങൾ, അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും, ഇതെല്ലാം നമുക്ക് വീണ്ടും ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നവയാണ് ഏകാദശി വ്രതങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ കടന്നു വരുന്ന ഈ അന്നദ ഏകാദശി അല്ലെങ്കിൽ അജ ഏകാദശി, അത് കഴിയുന്നിടത്തോളം എടുക്കാൻ കഴിയാത്തവർ ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ സ്മരണ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ആ ദിവസത്തെ ധന്യമാക്കുക. 30-ാം തീയതി ഏകാദശി അനുഷ്ഠിക്കുക. വെള്ളിയാഴ്ച ദിവസം ഏകാദശി എടുക്കാൻ കഴിയാത്തവരും ആ ദിവസം ഭഗവത് നാമങ്ങളിൽ മുഴുകിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വ്രതമാഹാത്മ്യ കഥ എന്ന് പറയുന്നത് ശ്രീ രാജ ഹരിശ്ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സത്യത്തെക്കുറിച്ച് അറിയാത്തവർ ആരുമില്ല. സത്യമൂർത്തിയായ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നാടക രൂപത്തിൽ കണ്ടിട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യമൂർത്തിയായി മാറി, സത്യത്തിൻ്റെ പ്രതിബിംബമായി മാറിയതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന കൊച്ചു പ്രായത്തിൽ തന്നെ ഗാന്ധി ഈ രാജ ഹരിശ്ചന്ദ്രൻ്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു നാടക സംഘം വന്ന് ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ ജീവിതം നാടകമായി അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഗാന്ധിജി സത്യത്തിൻ്റെ ഒരു സത്യത്തിനെ ഒരു ആഭരണമായി പിന്നീട് അദ്ദേഹം അണിഞ്ഞത് തന്നെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സത്യധർമ്മ നീതി വ്യവസ്ഥകൾ. ഭാരതം ഭരിച്ചിരുന്ന ശ്രേഷ്ഠനായ രാജാവായിരുന്നു രാജ ഹരിശ്ചന്ദ്രൻ. അദ്ദേഹം സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യവും
സൈന്യങ്ങളും സമ്പത്തും ആ പദവിയും തൻ്റെ ഭാര്യയും കുഞ്ഞിനെ പോലും, ഒരു മകനുണ്ടായിരുന്നു, അതിനെ പോലും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ രാജ്യത്തു നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹം രാജ്യമെല്ലാം സത്യധർമാദികൾക്ക് വേണ്ടി ദാനം ചെയ്ത് ആ ദാനം കൊടുത്ത ആൾക്ക് അത് അവർ സ്വന്തമാക്കുകയും അവരവിടെ ഭരണം നടത്തുകയും ചെയ്യുമ്പോൾ രാജാവ് അവിടെ നിന്ന് തൻ്റെ ഭാര്യയും കുട്ടിയുമായി പടിയിറങ്ങുന്നു. ഒരു ഘോരവനത്തിൽ വെച്ച് ദാഹിക്കുന്ന മകനും ഭാര്യയ്ക്കും ജലം അന്വേഷിച്ച് പോകുന്ന അദ്ദേഹം ഒരു വഴിതെറ്റി നദിയിൽ നിന്നും ജലം വരാൻ തിരികെ വരുമ്പോൾ വഴിതെറ്റി വനത്തിൽ മറ്റൊരു വഴിയിലൂടെ പോകുന്നു. ഭാര്യയും മകനെയും അന്വേഷിച്ച് നടന്ന അദ്ദേഹത്തിന് അവരെ തിരിച്ച് കിട്ടിയില്ല. അവർ ഒരുപാട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം രാജാവിനെ അന്വേഷിച്ച് പോകുന്നു. അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. ഭാര്യയും കുഞ്ഞും വളരെ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ഒരു വെളിച്ചം കണ്ട ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്യുന്നു. ഇദ്ദേഹമാകട്ടെ ഭാര്യയും മകനും വല്ല ഘോര മൃഗങ്ങളും ഉപദ്രവിച്ച് കാണൂ എന്ന് കരുതി വളരെ വിഷമത്തോടുകൂടി അദ്ദേഹവും മറ്റൊരു വഴിക്ക് യാത്രയാകുന്നു. അദ്ദേഹം അവസാനം ചെന്നെത്തുന്നത് ഒരു ശ്മശാനത്തിലാണ്. ആ ശ്മശാനം സൂക്ഷിക്കുന്ന ഒരു ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ സേവകനായിട്ട് അവിടെ ഈ കൊണ്ടുവരുന്ന ഡെഡ് ബോഡിയെല്ലാം ദഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നേരാമണ്ണ ആഹാരമോ കുളിയോ ഒന്നുമില്ല, ശുചിത്വം ഒന്നുമില്ലാതെ ഒരു ഘോരമായ ഒരു രൂപത്തിൽ മുടിയും താടിയും നഖവുമൊക്കെ വളർന്ന് അങ്ങനെ ചുടുകാട്ടിൽ ആ ശ്മശാനത്തിൽ മറ്റ് ജീവാത്മാക്കളുടെ അസ്ഥികളും ഒക്കെ എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം. നമ്മുടെ മണികർണിക ഘട്ടിൽ ആ ഗംഗാതീരത്തുള്ള എത്രയോ അനന്തതയ്ക്ക് അനാദിയിൽ അവിടെ ചിത കൊളുത്തിയതാണ്. ഇപ്പോഴും ആ ചിത അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് ആണ് ഇദ്ദേഹം ചെന്നപ്പെടുന്നത്. ഭാര്യയാണെങ്കിൽ മകനുമായി ആ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നു. രാജകുമാരിയായിട്ട് രാജാവിൻ്റെ പത്നിയായിട്ടിരുന്ന ആളാണ്. അപ്പോൾ കുഞ്ഞിനെ പോറ്റാനും ആഹാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്യുന്നു. വളരെ വളരെ ക്ഷീണിതയായി വിവശയായി ജോലി ചെയ്യുന്നു. വളരെ ക്രൂരമായി പെരുമാറുന്ന വീട്ടുകാർ. അങ്ങനെ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ജോലി എടുക്കുന്ന അവസരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് കൊത്തി ആ കുഞ്ഞ് നീല നിറത്തിലാകുന്നു. കുഞ്ഞിനെ നോക്കുമ്പോൾ ആകെ നീലിച്ച് ഇരിക്കുന്ന കുഞ്ഞ് പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ട് അപ്പോൾ ആ വീട്ടുടമസ്ഥരോട് കുഞ്ഞിനെ വൈദ്യനെ കാണിക്കുവാനുള്ള അതിനുള്ള കാശ് ആവശ്യപ്പെടുമ്പോൾ അവരത് കൊടുക്കുന്നില്ല. അങ്ങനെ വിഷമിച്ച് ആ കുഞ്ഞിനെ, അപ്പോഴത്തേക്കും കുഞ്ഞ് മരിച്ചു. അങ്ങനെ ആകെ നീല നിറമായി ആ കുഞ്ഞിനെ അപ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവിടെ അതിനുള്ള പൈസ പോലും ഇല്ലാതെ ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഈ മരിച്ച കുഞ്ഞിനെ ഡെഡ് ബോഡി തോളിലിട്ടുകൊണ്ട് ചിത ഉള്ള സ്ഥലത്തേക്ക് ഇതിനെ അടക്കുവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആ പൊതു ശ്മശാനത്തിലെത്തുന്ന ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞിനെ ദഹിപ്പിക്കണമെന്ന് ഈ ഹരിശ്ചന്ദ്രനോടാണ് ആവശ്യപ്പെടുന്നത്. അവർ പരസ്പരം അറിയുന്നില്ല. കാലം അവർക്കുണ്ടാക്കിയ രൂപമാറ്റങ്ങൾ അവരെ പരസ്പരം തിരിച്ചറിയിക്കാൻ കഴിയാത്ത വിധം അവർ അത്രയ്ക്ക് വികൃതമായി പോയിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അടക്കം ചെയ്തതിന് കൂലിയായി എന്തെങ്കിലും ഇത്ര ചക്രം കൊടുക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ വളരെ നിർധനയാണ് എന്നൊക്കെ തൻ്റെ അവസ്ഥ പറയുമ്പോൾ പറയും, ഈ കഴുത്തിൽ കിടക്കുന്ന താലി സ്വർണ്ണമല്ല, അതിങ്ങ് തരുമെന്ന് പറയും. അപ്പോൾ ഹരിശ്ചന്ദ്ര മഹാരാജാവിന് മാത്രം കാണാൻ കഴിയുന്ന ഒരു താലിയായിരുന്നു കഴുത്തിൽ കെട്ടിയിരുന്നത്. മറ്റാർക്കും അത് കാണാൻ കഴിയില്ലായിരുന്നു. അപ്പോഴാണ് ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യ ചോദിക്കുന്നു, അങ്ങ് ആരാണെന്ന്. അപ്പോഴാണ് പരസ്പരം അവർ തിരിച്ചറിയുകയും തൻ്റെ ഭർത്താവാണ് ഈ കുഞ്ഞിൻ്റെ ചിത കൊളുത്താൻ കാത്തു നിൽക്കുന്നതെന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുമ്പോൾ ആ ഒരു അവസ്ഥയിൽ
ഈ കുഞ്ഞ് മരിച്ചു പോകുന്നു പാമ്പ് കടിയേറ്റ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഈ അത്രയും സത്യത്തിന് വേണ്ടി ഇത്രയും തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, രാജ്യവും സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയും എന്നിട്ടും സത്യധർമാധികൾ വെടിയാതെ ജീവിക്കുന്ന അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലം പോലെ ദേവന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ അവിടേക്ക് എത്തുകയാണ്. എത്തിയിട്ട് ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സത്യധർമാദികൾക്ക് കിട്ടുന്ന സമ്മാനം പോലെ അവരെ അനുഗ്രഹിക്കുന്നു. ഗൗതമ മഹർഷിയുടെ അനുഗ്രഹത്താൽ മഹർഷി പറയുന്നു, ഈ ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി എടുത്ത് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തോടുകൂടി നഷ്ടപ്പെട്ട സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം തിരിച്ചു പിടിക്കുവാൻ. അങ്ങനെ ആ മരിച്ച കുഞ്ഞിന് ജീവൻ കൊടുത്തു ദേവന്മാർ, മഹർഷീശ്വരന്മാരുടെ അനുഗ്രഹവും എല്ലാം ഉണ്ട്. ദേവഗണങ്ങളെല്ലാം പുഷ്പവൃഷ്ടി നടത്തുകയും ഈ ഏകാദശി വളരെ ഭക്തിയോടുകൂടി ഏകാദശി എടുക്കുകയും ആ നഷ്ടപ്പെട്ട പ്രതാപങ്ങളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും അദ്ദേഹം സ്വന്തം രാജ്യത്തേക്ക് വളരെ അനുഗ്രഹീതനായ ആ രാജാവായി കടന്നു ചെല്ലുകയും സർവ്വ ഐശ്വര്യങ്ങളും രാജാവിനും ഭാര്യയ്ക്കും ലഭിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം, അതായത് അദ്ദേഹം വിഷ്ണുപദപ്രാപ്തി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ എല്ലാ പൗരജനങ്ങളും വളരെ ഭക്തരായിരുന്നു. ആ രാജ്യത്തെ ആൾക്കാരെല്ലാം പ്രധാനപ്പെട്ട പൗരമുഖ്യന്മാരും എല്ലാവരും കൂടിയാണ് അദ്ദേഹം ആ ഏകാന്തമായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ സ്വർഗാരോഹണം ചെയ്തത്. അദ്ദേഹം വിഷ്ണുപദപ്രാപ്തിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് തൻ്റെ മകനെയാണ് രാജ്യകാര്യങ്ങളിലൊക്കെ കാര്യങ്ങളെല്ലാം ചുമതല ഏൽപ്പിച്ച് അദ്ദേഹം ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് അദ്ദേഹവും തൻ്റെ ധർമ്മപത്നിയും രാജ്യത്തെ പ്രധാനപ്പെട്ട പൗരാവലികളും എല്ലാം എത്തുകയുണ്ടായി. അപ്പോൾ ഒരു രാജാവ്, ധർമ്മിഷ്ഠനായ രാജാവിൻ്റെ രാജ്യത്തുണ്ടാകുന്ന ഗുണങ്ങൾ, അതുപോലെ തന്നെ ഒരു ഏകാദശി വ്രതത്തിലൂടെ അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞ നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ, ഐശ്വര്യങ്ങൾ, സമ്പൽ സമൃദ്ധികൾ, അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായി എല്ലാ ഭൗതിക സുഖങ്ങളിനേക്കാളും പ്രധാന ഈശ്വരനുമായിട്ടുള്ള സംഘമാണെന്ന് മനസ്സിലാക്കി ആ ദിവ്യപദം പോകാൻ അനുഗ്രഹം കിട്ടിയത്, ഇതെല്ലാം ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം, മാഹാത്മ്യം, നന്മ ഒക്കെയാണ്. എന്തൊക്കെയാണോ പാപകർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാലപ്പിഴകളായി കടന്നു വന്നിട്ടുള്ളത് അതിനെ എല്ലാം ഏകാദശി വ്രതത്തിൻ്റെ ആ പുണ്യം കൊണ്ട് കഴുകിക്കളഞ്ഞ് വീണ്ടും ജീവിതം തനിത്തങ്കമായി പവിത്രമായി ഭഗവാന്റെ പത്മപാദങ്ങളിൽ വെക്കുവാൻ, പരിശുദ്ധമാകുവാൻ ഏറ്റവും അനുയോജ്യമായി മാറി. അങ്ങനെ ആ ഏകാദശി വ്രത മാഹാത്മ്യം ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈഷ്ണവ ഏകാദശി എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ആ 30-ാം തീയതി എടുക്കുന്ന ഏകാദശിയുടെ പാരണം 31-ാം തീയതി ആ വെളുപ്പിനെ രാവിലെ 6:19 മുതൽ 10:27 വരെയുള്ള സമയത്താണ്. 6:19 മുതൽ 10:27 വരെയുള്ള പ്രാദേശിക സമയ വ്യത്യാസം അനുസരിച്ച് ചില മാറ്റങ്ങൾ ഈ പാരണയ്ക്കകത്തിൽ വരാം. അപ്പോൾ എല്ലാത്തരം ദുഃഖങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഈ ഏകാദശി എല്ലാവരും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏകാദശി എടുക്കുവാൻ കഴിയാത്തവർ ഭഗവാനെ നന്നായി, ലക്ഷ്മി സമേതനായ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക, ഭഗവത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ഏതെങ്കിലും മന്ത്രങ്ങൾ ഏകാദശിക്ക് മാത്രമല്ല, എപ്പോഴും ഒരു മന്ത്രം നമുക്ക് സ്വന്തമായിരിക്കണം, ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം. അതിനും എല്ലാവർക്കും കഴിയട്ടെ. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.